അപ്പോൾ നമുക്ക് പോണ്ടി പാർട്ട് 2 കണ്ടാലോ, അല്ലെങ്കിൽ സീരീസ് 2 കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ സൺറൈസ് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ബീച്ചായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ടെമ്പിളും നല്ല രസമുണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് രഥമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ രഥമൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് ഓരോവില്ലി ബീച്ചിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ലേക്ക് കഫേയിലാണ്. കാരണം ബീച്ചിലൊക്കെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല, അതൊരു ചൂടാണ്, ടാൻ അടിച്ച് പോകും നമ്മൾ മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ലേക്ക് കഫേയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. അവിടെ ആണെങ്കിൽ ഭയങ്കര ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് ടൗണിൽ പോയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വൈറ്റ് ടൗണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എവിടെ തിരിഞ്ഞാലും ആളുകളും ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റും ഒക്കെയാണ്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് അവിടെ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ നല്ല നല്ല കഫേസുമാണ് നമ്മുടെ എന്താ പറയുക വൈറ്റ് ടൗണിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റാണ് വൈറ്റ് ടൗൺ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏഡൻ ബീച്ചിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഏഡൻ ബീച്ച് നല്ലൊരു ഭംഗിയുള്ള ബീച്ചാണ്. അതുമാത്രം നല്ലൊരു വോമായിട്ടുള്ളൊരു എന്താ പറയുക, അവിടെ ഒരു വോമായിട്ടുള്ളൊരു പ്രകൃതിയായിരുന്നു അവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാണുമ്പോൾ നമുക്ക് അങ്ങനെ നല്ല ഭംഗിയുണ്ടെങ്കിൽ പോലും വെയിലിന് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മൾ ബീച്ചിൽ പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ ഇത് വന്നിട്ട് പോണ്ടി മരിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അധികം ഭംഗിയുള്ളതായിട്ടോ അല്ലെങ്കിൽ തിരക്കായിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്തായിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വൈറ്റ് ടൗൺ പാസ് ചെയ്തപ്പോൾ കണ്ടേ കേട്ടോ ഈ ബസാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരുവാണെങ്കിൽ ബസാറിൽ പോകാൻ നോക്കുക. കാരണം നമ്മുടെ പോണ്ടിയിലുള്ള ബീച്ചിലുള്ള എല്ലാ സാധനങ്ങളും, അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ബീച്ചിൽ കാണാൻ പറ്റും കേട്ടോ. കാരണം നല്ല നല്ല ക്യൂട്ട് സാധനങ്ങളാണ്. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നേ. തിരിച്ച് പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് വൈറ്റ് ടൗണിൽ കയറുന്നത്. പക്ഷെ രാവിലെ വരുന്നതിനെക്കാട്ടിലും രാത്രി വരുന്നതിനാണ് കേട്ടോ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ചർച്ച കേട്ടോ. നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു ആ ചർച്ചിനകത്ത് കയറിയപ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ടെമ്പിളിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേരെ വിട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.